എന്നോടൊപ്പം ജീവിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ നെട്ടിത്തെറിച്ചു പോകും. ചോദിക്കാൻ ചിലപ്പോൾ കാരണങ്ങളുണ്ടാവും, ചില സന്ദർഭങ്ങളുണ്ടാവും. പക്ഷേ ഈ ചോദ്യം നമ്മളെ വേദനിപ്പിക്കുന്ന ചോദ്യമാണ്. ഇപ്പം യോഗ്യതയുണ്ടോ എന്നുള്ളതാണ്. യോഗ്യതയുണ്ട് എന്ന് പറയാൻ പറ്റണം. എന്തൊക്കെയാണ് യോഗ്യത? ആ യോഗ്യതയാണ് അബ്ദുല്ലാഹിബ്നു ഖാസിം അൽ ഖാസിമി അദ്ദേഹത്തിൻ്റെ മുവഹിലാത്തു സൗജത്തിൽ വധൂതി, അതായത് നല്ല സ്നേഹിക്കുന്ന പ്രണയിക്കുന്ന ഒരു ഇണയുടെ യോഗ്യത, പ്രത്യേകിച്ച് ഒരു സ്ത്രീകളോടാണ് അത് സംവദിക്കുന്നതും പറയുന്നതും. ഈ പറയുന്ന പുസ്തകത്തിൽ ഏകദേശം 30 ദിവസം ഓരോ ദിവസം അവർ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. എന്നിട്ട് ആ പറയുന്ന ഓരോ ക്വാളിറ്റീസ്, ഗുണങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇണക്കുണ്ടായിരിക്കേണ്ട യോഗ്യതയാണ്. നമുക്കറിയാം, ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ചില യോഗ്യതകൾ ആവശ്യമാണ്. അങ്ങനെ ഓരോ മേഖലകളിലും ചില യോഗ്യതകൾ ആവശ്യമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, വ്യക്തിബന്ധങ്ങളിലുമൊക്കെ കൂടുതൽ കെട്ടുറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരത്തിലുള്ള യോഗ്യതകൾ ഉണ്ടാക്കിയേ തീരൂ. അങ്ങനെ ആകുമ്പോൾ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ അവിടെ അപ്രസക്തമാവുകയും ചെയ്യും. എന്താണ് അദ്ദേഹം അവിടെ പഠിപ്പിക്കുന്നത്? 3 പ്രധാനപ്പെട്ട അഡ്വൈസസ് ആണ്. അതാണ് അൽ വസ്വായ അൽ ദഹബിയ എന്ന് പറയുന്നത്. അവിടെ 3 സുവർണ ഉപദേശങ്ങൾ അദ്ദേഹം നൽകുകയാണ്. അതിൽ ഒന്നാമത് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഇണകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പറയുക, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, നമ്മുടെ ഇണകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥന റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാത്തിന ഖുറത അയ്യുൻ, അല്ലേ, കൺകുളിർമ നൽകണമേ, എൻ്റെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും രക്ഷിതാവേ ഞങ്ങൾക്ക് കൺകുളിർമ തരണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിൽ. എങ്കിൽ ഈ പറയുന്ന പ്രാർത്ഥനകളിൽ നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു പറയാൻ പറ്റണം. ഞാൻ എൻ്റെ ഭാര്യയോട്, അല്ലെങ്കിൽ നമ്മളെ ഭാര്യയോട് പറയുന്നു, അല്ലെങ്കിൽ ഭർത്താവിനോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നന്മ, നിങ്ങളുടെ പരലോക മോക്ഷത്തിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ നന്മകൾക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ നമ്മുടെ ജോലി, നമ്മുടെ സൗകര്യങ്ങൾ വർദ്ധിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ നിനക്ക് നല്ലൊരു ഇതേപോലെ നിൻ്റെ ജോലി മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ വർധനവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, ഇങ്ങനെ എന്ത് പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അതാണ് ഒന്നാമത്തെ അഡ്വൈസ് എന്ന് പറയുന്നത്. അതൊരു ഗോൾഡൻ അഡ്വൈസാണ്. രണ്ടാമത്തെ അതേ നിർദ്ദേശം വെക്കുന്നത്, നിങ്ങൾ അവരുടെ ഗുണങ്ങളെ നിങ്ങൾ പറയുക എന്നുള്ളതാണ്. അപ്പോൾ പറയുക എന്നുള്ളതിനേക്കാളും അപ്പുറമായിട്ട് അത് ഓർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഇണയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് ഗുണങ്ങളെ ഞാൻ ഓർക്കുന്നു. നമ്മളൊരു പക്ഷേ ഇന്ന് അതിനെ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയും, അല്ലേ? വേണമെങ്കിൽ ഒരു വൈബ്, പഴയ നൊസ്റ്റാൾജിയ മൂഡിലൊരു വൈബ് ഉണ്ടാക്കാനൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ശരിക്കും നമുക്കിങ്ങനെ ഓർക്കുക, അത് ചില പ്രത്യേക ഘട്ടങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. അത് ഓർക്കുന്ന സമയത്ത് അവരുടെ നന്മകൾ കൂടുതൽ ആലോചിക്കാനും ചിന്തിക്കാനും സാധിക്കും. മൂന്നാമത്തെ ഒരു ഗോൾഡൻ അഡ്വൈസ് ആയിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്ന ഒന്നാണ്, അനാവശ്യമായിട്ടുള്ള പരാതികളും പരിഭവങ്ങളും നമ്മൾ ഒഴിവാക്കാം. ഒരുപാട് കാര്യങ്ങൾ, നമുക്കൊരുപാട് വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, അത് പറയാം, പങ്കുവെക്കാം, വേണ്ട എന്നല്ല. പക്ഷേ ഈ ആവശ്യമില്ലാതെ അങ്ങനെ ചിന്തിക്കും. അപ്പോൾ ചില ആളുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് പോയതാണ്, ഞാൻ എന്താണ് അവിടെ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല എന്നാണ്. അപ്പോൾ എന്താ പറഞ്ഞത് എന്നുള്ളത് പോലും നമുക്കറിയില്ല. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അവിടെയാണ് ഈ വസിയത്ത്, അദ്ദേഹത്തിൻ്റെ ഈ ഉപദേശം, പുസ്തകത്തിൽ പറയുന്ന ഭാഗം ഏറ്റവും പ്രസക്തമാകുന്നത്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള പരാതികളും പരിഭവങ്ങളും നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കൂടുതൽ ഒരു ആത്മബന്ധം നിങ്ങൾക്കിടയിൽ ഉണ്ടാകും എന്ന് ആ പുസ്തകത്തിൽ നമ്മളെ പരിചയപ്പെടുത്താണ്, നമ്മളെ സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും അത് ഈ പറയുന്ന 3 ഉപദേശങ്ങളും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും നല്ലൊരു നല്ല യോഗ്യതയുള്ള ഒരു ഇണയുടെ ജീവിതമാക്കാനാണ് പുസ്തകങ്ങൾ, വായിക്കേണ്ട പുസ്തകങ്ങളാണ്. നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.